പരിസ്ഥിതി ദിന പ്രസംഗം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വിശിഷ്ടാതിഥി, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് അപർണ ശിവ. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണല്ലോ. പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ഓരോരുത്തർക്കും അവബോധം പകരുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. 1972 UN ജനറൽ അസംബ്ലി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു. ആദ്യ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വിഷയം ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു. ഓരോ വർഷവും ഓരോ വ്യത്യസ്തമായ സന്ദേശവും വ്യത്യസ്തമായ രാജ്യങ്ങളുമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ, ഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. ഈ വർഷം സൗദി അറേബ്യയിലാണ് പരിസ്ഥിതി ദിനാചരണം ആഘോഷിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പ്രായഭേദം കൂടാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭൂമിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മാത്രമാണ് വരും തലമുറയ്ക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാനാവൂ. ഇന്ന് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വരും തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാകും. ജനസംഖ്യ വർധനവ് മൂലം കാടുകൾ കയ്യേറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശുദ്ധവായുവിൻ്റെ അളവ് കുറയും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വ്യവസായങ്ങളും ഫാക്ടറികളും കൂടി വരുമ്പോൾ ശുദ്ധജലത്തിൻ്റെയും ശുദ്ധവായുവിൻ്റെയും കുറവ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കും. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടത്രയുണ്ട്, ആർത്തിക്ക് വേണ്ടത്ര ഇല്ല തന്നെ എന്നാണ് ഗാന്ധിജി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്, അതിനെ മലിനപ്പെടുത്താതെ നോക്കേണ്ടതും. വനം മുതൽ സമുദ്രം വരെയും മണ്ണ് മുതൽ വായു വരെയും പ്രകൃതിയുടെ ഓരോ വിഭവങ്ങളും നാം മലിനപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരുവൻ തന്നെ കൂടാതെ തൻ്റെ സഹജീവികളെയും സ്നേഹിക്കുന്നു എന്നാണ് തോമസ് ഫുള്ളർ പറഞ്ഞിരിക്കുന്നത്. മരങ്ങൾ നടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവർക്ക് സഹജീവികളെയും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകും. പരിസ്ഥിതിയെ ആരോഗ്യകരമാക്കുന്നതിനും നമ്മുടെ ജീവിതം കൂടുതൽ സംരക്ഷിക്കുന്നതിനും മരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ പ്രകൃതി നൽകുന്ന ഓരോ സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും വിലപ്പെട്ടതാണെന്ന് നാം എപ്പോഴും ഓർക്കുക. ഭൂമിയുടെ നല്ലതിനു വേണ്ടി നാം ഒരു തൈയെങ്ങും നട്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. നമുക്കും ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. നന്ദി.